കൊച്ചിയിലെ വൈഗ കൊലക്കേസിൽ വിധി ഇന്ന് 10 വയസ്സുകാരിയായ മകൾ വൈഗയെ അച്ഛൻ സനു മോഹൻ ശ്വാസം മുട്ടിച്ചു കൊന്ന ശേഷം മുട്ടാർപുഴയിൽ താഴ്ത്തിയെന്നാണ് കേസ്. കേസിൽ 78 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. എറണാകുളം പോക്സോ കോടതിയാണ് വിധി പറയുക. 2021 മാർച്ച് 22-നാണ് വൈഗിയെ മുട്ടാർപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കങ്ങരപ്പടിയിലെ ഫ്ളാറ്റിൽ വെച്ച് പിതാവ് സനുമോഹൻ മകൾ വൈഗിയെ കോളയിൽ മദ്യം കലർത്തി നൽകി മയക്കിയ ശേഷം കഴുത്തിൽ ബെഡ്ഷീറ്റ് കൊണ്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി മുട്ടാർപുഴയിൽ എറിഞ്ഞെന്നാണ് കേസ്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾക്ക് പുറമെ ജുവനൈൽ ജസ്റ്റിസ് ആക്ടും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. വൈഗിയെ കൊലപ്പെടുത്തി സനുമോഹനും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീട് കൊലപാതകത്തിന് ശേഷം പ്രതി നാടുവിട്ടതായി വ്യക്തമായി. ഒരു മാസത്തിന് ശേഷം കർണാടകയിലെ കാർവാറിൽ നിന്നാണ് സനുമോഹൻ പിടിയിലാകുന്നത്. കൊലപാതകം നടന്ന് 81-ാം ദിവസം അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ ഏക പ്രതി സനുമോഹൻ മാത്രമാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. 1200 പേജുള്ള കുറ്റപത്രത്തിൽ 300 സാക്ഷിമൊഴികളാണുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തെളിവുകൾ ശേഖരിച്ചത്. 78 സാക്ഷികളെ വിസ്തരിച്ചു. സനുമോഹനെതിരെ മഹാരാഷ്ട്രയിൽ സാമ്പത്തിക തട്ടിപ്പ് കേസുകളുണ്ടായിരുന്നു. കടബാധ്യതകളുള്ള സനുമോഹൻ ഏറെക്കാലം ഒളിവിൽ കഴിയാൻ തീരുമാനിച്ചിരുന്നെന്നും ഈ സമയം മകളെ മറ്റാരും നോക്കില്ലെന്ന് കരുതിയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നുമാണ് മൊഴി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യ കേസുകൾ പരിഗണിക്കുന്ന എറണാകുളത്തെ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. ജനം, കൊച്ചി.